മരണകാരണം തെളിഞ്ഞു. കോട്ടയം താലൂക്കിലെ ആ മലയോര ഗ്രാമത്തിലെ ജനങ്ങൾ നടുക്കത്തോടുകൂടിയാണ് ആ കാഴ്ച കണ്ടത്. ഗ്രാമത്തിലൂടെ ഒഴുകുന്ന പുഴയിലെ 2 ശവശരീരങ്ങൾ. നാട്ടുകാരിൽ ഒരാൾ പോയി അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഉടൻ തന്നെ വിവരം അറിയിച്ചു. സാധാരണയായി ഇത്തരം കേസുകളിൽ പോലീസ് സ്ഥലത്തെത്താൻ വൈകുമെന്നാണ് പറയപ്പെടുന്നത്. അവർ എത്തുമ്പോഴേക്കും ശവശരീരങ്ങൾ ഒഴുകി അടുത്ത പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലെത്തും. എന്നാൽ ഈ കേസിൽ സബ് ഇൻസ്പെക്ടർ ഉടൻ തന്നെ പോലീസുകാരുമായി സ്ഥലത്തെത്തി. ഒഴുകി നടക്കുന്ന ശവങ്ങൾ കരയ്ക്കടുപ്പിക്കാൻ കരയിൽ കൂടി നിന്നവരിൽ ആരും മുന്നോട്ട് വന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരത്തുള്ള ഒരു വനത്തിനുള്ളിൽ ഒരു കാണിക്കാരനെ ആരോ കൊന്നു കുഴിച്ചിട്ടു. സർക്കിൾ ഇൻസ്പെക്ടർ, തഹസിൽദാർ എന്നിവർക്കൊപ്പം ഞാനും സംഘവും വനത്തിനുള്ളിൽ ദീർഘദൂരം നടന്ന് സ്ഥലത്തെത്തി. ഭാരമേറിയ പോസ്റ്റ്മോർട്ടം പെട്ടി ചുവന്ന് മോർച്ചറി അസിസ്റ്റന്റായ ജോഷ്വ അവശനായി. ശവക്കുഴി തോണ്ടൽ കൂടി നിന്ന ആരും തയ്യാറായില്ല. കടുവ എന്ന അപരനാമ വിധേയനായ സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണൻ നായർ എന്നോടുകൂടി ക്ഷമാപണത്തോടുകൂടി പറഞ്ഞു, സാർ, കുറച്ചു നേരം ഒന്ന് ചെവി പൊത്തിക്കൊള്ളണേ. പിന്നെ കേട്ടതും ശരിക്കും ഒരു കടുവയുടെ ഗർജനമായിരുന്നു. മേമ്പൊടിയായി ഇവിടെ പകർത്താൻ കൊള്ളാത്ത സരസ്വതി വാഗ്വിലാസോ. പിന്നെ ഞങ്ങൾ കണ്ടത് സിനിമയുടെ ഫാസ്റ്റ് മോഷൻ രംഗങ്ങളിലെ കഥാപാത്രങ്ങളെ പോലെ ശവക്കുഴി തോണ്ടുന്ന ആൾക്കാരെയാണ്. വല്ല വിധേനയും ശവശരീരങ്ങൾ കരയ്ക്കടുപ്പിച്ച് പ്രേതവിചാരണ ആരംഭിച്ചു. ശരീരങ്ങൾ ഒട്ടും തന്നെ ചീഞ്ഞിരുന്നില്ല. ഇതിനിടെ കൂടിയിരുന്നവരിൽ ചിലർ പ്രേതങ്ങളെ തിരിച്ചറിഞ്ഞു. അയൽക്കാരനായ ശേഖരന്റെ മൂത്ത മകൻ രാജനും ഗോവിന്ദന്റെ ഇളയ മകൻ മോഹനുമായിരുന്നു അത്. ഇണപിരിയാത്ത ചങ്ങാതിമാരായിരുന്നു അവർ. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് അവധി ദിനങ്ങളിൽ ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു. മറ്റുള്ളവരുടെ പറമ്പിൽ കയറി തേങ്ങയിടുക, മാങ്ങ പറിക്കുക തുടങ്ങിയ കുസൃതികൾ കാട്ടുന്നവരായിരുന്നു ഇവർ. വിവരമറിഞ്ഞ് ഇരുവരുടെയും പിതാക്കന്മാരും ബന്ധുക്കളും സ്ഥലത്തെത്തി ശവശരീരങ്ങൾ തിരിച്ചറിഞ്ഞു. 2 പേരും തലേ ദിവസം രാത്രി ആഹാരം കഴിച്ചിട്ട് സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയതാണ് വീട്ടിൽ നിന്ന്. പിതാക്കന്മാരുടെ പക്കൽ അവർ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത അറിഞ്ഞത്. ബാല്യം മുതൽ നല്ലവണ്ണം നീന്താൻ അറിയാമായിരുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരായ അവർ മുങ്ങി മരിക്കുവാൻ സാധ്യതയില്ലെന്നായിരുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അഭിപ്രായം. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിശോധനയ്ക്ക് അയച്ചു. പരിശോധന നടത്താൻ അസിസ്റ്റന്റ് സർജൻ ഇരുവരും മുങ്ങി മരിച്ചതാണെന്ന് അഭിപ്രായപ്പെട്ടു. ശരീരത്തിൽ പരിക്കുകളൊന്നും തന്നെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ മരണകാരണത്തോട് യോജിക്കാൻ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കഴിഞ്ഞില്ല. അവർ പ്രക്ഷോഭം തുടങ്ങിയതോടുകൂടി കേസന്വേഷണം ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. അന്ന് ക്രൈംബ്രാഞ്ചിൽ എറണാകുളം യൂണിറ്റിലെ പ്രശസ്തനും സമർത്ഥനുമായ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായിരുന്നു ശ്രീ അബ്ദുൾ ഹമീദ്. കോട്ടയം താലൂക്കിലെ കേസന്വേഷണങ്ങളുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഹമീദ് സഹപ്രവർത്തകരോടൊപ്പം കോട്ടയത്ത് താമസിച്ച് അന്വേഷണം തുടങ്ങി. ആദ്യമായി അവർ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയാണ് കാണാൻ പോയത്. ഫോറൻസിക് മെഡിസിനിൽ സാമാന്യ നില അവഗാഹമായുള്ള ഹമീദിന് ഡോക്ടർ നൽകിയ വിശദീകരണം തൃപ്തിപരമായി തോന്നിയില്ല. ഒടുവിൽ ഹമീദിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ ഡോക്ടർ ഒരു കുമ്പസാരം നടത്തി. അദ്ദേഹമല്ല പോസ്റ്റ്മോർട്ടം നടത്തിയത്, അറ്റൻഡറായിരുന്നു ശവങ്ങൾ കയറിയത്. മുങ്ങി മരണത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും നോക്കിയില്ല. വെള്ളത്തിൽ നിന്ന് ലഭിച്ച ശവങ്ങളായതിനാൽ മുങ്ങി മരണമായിരിക്കണമെന്നായിരുന്നു ഡോക്ടറുടെ നിഗമനം. അപ്രകാരം സർട്ടിഫിക്കറ്റ് നൽകുവാനും ചെയ്തു. എന്തായാലും മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് വീണ്ടും പരിശോധന നടത്തുവാൻ തീരുമാനിച്ചു. പിന്നീട് ഹമീദ് എത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലായിരുന്നു. അന്ന് പ്രൊഫസർ ആയിരുന്നത് ഡോക്ടർ ജയപാലനായിരുന്നു. ഞാൻ അന്ന് അവിടെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. മരണകാരണം വ്യക്തമാകാത്തതിനാൽ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുക മാത്രമാണ് ഏക പോംവഴി എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ശവശരീരങ്ങൾ മറവ് ചെയ്തിട്ട് തന്നെ ഏതാണ്ട് 4-5 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. മൃതദേഹങ്ങൾ തിരിച്ചായും അഴുകിയിരിക്കണം. അങ്ങനെയെങ്കിൽ മരണകാരണം കണ്ടുപിടിക്കുവാനും പ്രയാസമായിരിക്കണം. ഇത് പലപ്പോഴും ഒരു ഭാഗ്യപരീക്ഷണം തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ മരണകാരണവും വിലപ്പെട്ട മറ്റ് തെളിവുകളും ലഭിക്കും. ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്നും ചിലപ്പോൾ വരില്ല. ഹമീദ് ഒട്ടും സമയം പാഴാക്കിയില്ല. പിറ്റേ ദിവസം തന്നെ RDOയുടെ ഉത്തരവ് സമ്പാദിച്ചു. അടുത്ത ദിവസം തന്നെ ശവം കുഴിച്ചെടുത്ത് പരിശോധന നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഡോക്ടർ ജയപാലൻ ഞാനും പരിവാരങ്ങളുമായി അതിരാവിലെ തന്നെ സ്ഥലത്തെത്തി. ചീഞ്ഞ ശരീരത്തിൽ നിന്നുള്ള ഗന്ധം മൂക്കും വായും മൂടുന്ന മാസ്ക് ധരിച്ചാലും അസഹനീയമായിട്ടുണ്ടാകും. പലരുടെയും ധാരണ ഡോക്ടറും സഹായികളും മദ്യപിച്ചിട്ടാണ് ഈ ജോലിക്ക് എത്തുന്നതെന്നാണ്. ഈ ദുഷ്കരമായ കൃത്യം ജോലിയുടെ ഭാഗമായി ഡോക്ടർമാർ സഹിക്കുന്നു എന്നതാണ് സത്യം. ഈ കേസിൽ 2 മൃതദേഹങ്ങൾ പരിശോധിക്കേണ്ടി വന്നത് ശരീരത്തിന് ജോലിയെ കൂടുതൽ ദുഷ്കരമാക്കി. എന്നാൽ മരണകാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞ് എന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകി. ഈ ശവശരീരങ്ങളുടെ ആന്തരിക അവയവങ്ങളിലൊന്നും തന്നെ മുങ്ങി മരണത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല.
വളരെ അപ്രധാനമെന്ന് തോന്നുന്ന തെളിവുകളാണ് പ്രേത പരിശോധനയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. രണ്ടുപേരുടെയും കാൽ വെള്ളയിൽ ചെറിയ കുഴികളും അതിനു ചുറ്റുമുള്ള മാംസത്തിൽ നിറവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ചെരുപ്പില്ലാതെ തറയിൽ ചവിട്ടി നിൽക്കുന്ന ഒരാൾക്ക് വൈദ്യുതാഘാതം ഏൽക്കുകയാണെങ്കിൽ വൈദ്യുതി അയാളുടെ ശരീരത്തിലൂടെ പ്രവേശിച്ച് ഭൂമിയിലേക്ക് പ്രവഹിക്കും. അപ്പോൾ വൈദ്യുതി പ്രവേശിക്കുന്ന ഭാഗത്ത് പ്രത്യേക തരത്തിലുള്ള പൊള്ളലുകൾ ചെറിയ കുഴികളുടെ ആകൃതിയിലായിരിക്കാം. ഇരുവരും വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു എന്നതായിരുന്നു ഞങ്ങളുടെ നിഗമനം. ഞങ്ങളുടെ അഭിപ്രായം ഹമീദിന് വളരെ ആശ്വാസം നൽകി. അസാധാരണ മരണങ്ങളുടെ അന്വേഷണം ആരംഭിച്ചത്. പ്രത്യേക പരിശോധനയിൽ നിന്നാണ് മരിച്ചതാരാണ്, എപ്പോൾ മരിച്ചു, എങ്ങനെ മരിച്ചു എന്നീ വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ കുറ്റാന്വേഷണം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. മരണകാരണം വ്യക്തമായാലേ കുറ്റാന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകാനും വിജയകരമായി അവസാനിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. മരണകാരണത്തെക്കുറിച്ച് ഡോക്ടർമാർ തെറ്റായ അഭിപ്രായങ്ങൾ നൽകിക്കൊണ്ട് അന്വേഷണം വഴിതെറ്റിപ്പോയ നിരവധി ഉദാഹരണങ്ങൾ എനിക്കറിയാം. വഴിതെറ്റിയാലും സാരമില്ല, നിരപരാധികൾ അതുകൊണ്ട് പ്രതികളാക്കപ്പെട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ പാപ്പലോൺ എന്ന ആത്മഹത്യാപരമായ നോവൽ വായിച്ചത് ഓർമ്മ വരുന്നു. ഹെൻറി ഷാരോയിയെ ചെയ്യാത്ത കുറ്റത്തിന് ഫ്രഞ്ച് കോടതി ഡെവിൾസ് ദ്വീപിലേക്ക് നാടുകടത്തുന്നു. നിരപരാധിയായ അയാൾക്കെതിരെ പോലീസ് നിരവധി കള്ളത്തെളിവുകളുടെയും കള്ളസാക്ഷികളുടെയും ഹാജരാക്കിയിരുന്നു. കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് അയാളുടെ മനോവ്യാപാരങ്ങൾ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡെവിൾസ് ദ്വീപിൽ നിന്നും അയാൾ 13 തവണ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. 12 തവണയും അയാൾ പിടിക്കപ്പെടുന്നു. 13-ാം തവണ അയാൾ രക്ഷപ്പെടുമ്പോൾ കഥ അവസാനിക്കുന്നു. നോവൽ പിന്നീട് സിനിമയാക്കിയിട്ടുണ്ട്. ഹമീദും സഹപ്രവർത്തകരും കർമ്മനിരതനായി അന്വേഷണം തുടർന്നു. അക്കാലത്ത് മിക്കവാറും പറമ്പുകളിൽ കൊക്കോ, ജാതി, ഗ്രാമ്പു എന്നീ നാണ്യവിളകൾ സമൃദ്ധമായി നട്ടു വളർത്തിയിരുന്നു. ഇന്ന് വാനിലേക്കുള്ളതുപോലെ അന്ന് കൊക്കോയ്ക്ക് നല്ല വില ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മോഷണം തടയാൻ തോട്ടങ്ങളുടെ വേലിയിൽ ചെമ്പു കമ്പികൾ വലിച്ചു കെട്ടി അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടാറുണ്ട് എന്നൊരു വിവരം ഹമീദിന് ലഭിച്ചു. മരിച്ച യുവാക്കളുടെ സ്നേഹിതന്മാരിൽ ചിലർ ചോദ്യം ചെയ്തപ്പോൾ അവർ ഇരുവരും ചില രാത്രികൾ ആറ്റിൻകരയിലുള്ള പാതിരയുടെ തോട്ടത്തിൽ പോയി കൊക്കോ പറിക്കാറുണ്ടെന്ന് വിവരം കിട്ടി. ഹമീദ് ആ പുഴയിൽ പോയി പരിശോധന നടത്തി. പുഴയരികിലുള്ള പാതിരയുടെ തോട്ടത്തിൽ നിറയെ ഫലവൃക്ഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് നിറയെ തഴച്ചു വളർന്ന് ധാരാളം കായ്കളുള്ള കൊക്കോ ചെടികൾ. തോട്ടത്തിന് ചുറ്റും മുള്ളുവേലികളുണ്ട്. വേലിയിൽ ഒരിടത്തും ചെമ്പു കമ്പിയോ അതിൻ്റെ അവശിഷ്ടങ്ങളോ കാണാൻ കഴിഞ്ഞില്ല. നിരാശനായി തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഹമീദിൻ്റെ ശ്രദ്ധ വേലിക്കരികിലുള്ള ഒരു കൊക്കോ ചെടിയിൽ പതിഞ്ഞു. തടിയിൽ ചെറിയ പോലുള്ള ഒരു അടയാളം കണ്ടു. കൂടുതൽ പരിശോധിച്ചപ്പോൾ തോട്ടത്തിൻ്റെ അരികിൽ വരുന്ന മിക്കവാറും എല്ലാ ചെടികളിലും തായ്തണ്ടിൽ ഇതുപോലുള്ള ഉരവുകൾ. ഒരു ചെടിയുടെ ചുവട്ടിൽ ഏതാനും ചെറിയ മരച്ചിളുകൾ കിടക്കുന്ന ഹമീദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചീളുകൾ പരിശോധിച്ചപ്പോൾ അവയിൽ ഒരു വശം കരിഞ്ഞിരിക്കുന്ന അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ മരച്ചിളുകൾ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. വളരെ നേരം വൈദ്യുതി കടന്നുപോയ കമ്പിയുമായി സമ്പർക്കമുണ്ടായതിനാലാണ് തടിക്കഷ്ണങ്ങൾ കരിഞ്ഞത് എന്നാണ് ലാബിലെ ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത്. ഇത്രയും തെളിവുകൾ ലഭിച്ചപ്പോൾ പാതിരിയെ തേടാൻ സമയമായെന്ന് ഹമീദ് തീരുമാനിച്ചു. പരിണതപ്രജ്ഞനായ അദ്ദേഹം പാതിരിയെ രഹസ്യമായ കോട്ടയം പോലീസ് സ്റ്റേഷൻ ക്ലബിലേക്ക് കൊണ്ടുപോയി. ആദ്യം ചോദിച്ചപ്പോൾ പാതിരി കുറ്റം നിഷേധിച്ചു. അയാൾക്കെതിരായുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ബോധ്യപ്പെട്ടപ്പോൾ പാതിരി അച്ഛൻ സർവ്വതും ഏറ്റുപറഞ്ഞു. കൊക്കോ മോഷണം പെരുകിയപ്പോൾ പാതിരി നിർദ്ദേശിച്ചതനുസരിച്ച് ജോലിക്കാരനാണ് ചെമ്പ് കമ്പി വാങ്ങി കൊക്കോ ചെടികളുടെ തണ്ടിൽ വൈദ്യുതി കടത്തിവിട്ടത്. ചെടികൾക്ക് കേടുവരാതിരിക്കാനാണ് മരക്കഷ്ണങ്ങൾ തായ്തടിയിൽ കെട്ടിവെച്ചത്. പിറ്റേ ദിവസം അതിരാവിലെ തോട്ടം പരിശോധനയ്ക്കിറങ്ങിയ പാതിരി കണ്ടത് 2 ചെറുപ്പക്കാരുടെ മൃതദേഹങ്ങളാണ്. താൻ ചെയ്ത കൃത്യത്തിൻ്റെ ക്രൂരഫലം കണ്ട് ഞെട്ടിപ്പോയ പാതിരി അനന്തര നടപടി ഉപദേശിച്ചു കൊടുത്തതും ജോലിക്കാരനായിരുന്നു. 2 പേരും ചേർന്ന് നേരം പുലരുന്നതിന് മുമ്പേ മൃതദേഹങ്ങൾ 2 പുഴയിലേക്ക് തള്ളിയിട്ടു. കമ്പിയും മരക്കഷ്ണങ്ങളുമൊക്കെ അഴിച്ചു മാറ്റാൻ മറന്നുപോയ ഏതാനും മരക്കഷ്ണങ്ങൾ ഹമീദിന് കാണാൻ പാകത്തിന് വീതി നീക്കി വെച്ചിരുന്നു. രാജനും മോഹനും എന്താണ് സംഭവിച്ചത്? കൊക്കോ മോഷ്ടിക്കാൻ പുഴ നീന്തി കടന്ന് പാതിരിയുടെ തോട്ടത്തിൽ കടന്ന് അവർ ചെടികൾ കെട്ടിയിരുന്ന കമ്പി കണ്ടിട്ടുണ്ടാവില്ല. പാതിരിയുടെ ജോലിക്കാരൻ 230 വോൾട്ട് പ്രവഹിക്കുന്ന ഒരു പ്ലഗിലായിരുന്നു കമ്പി ഘടിപ്പിച്ചിരുന്നത്. ചെരുപ്പിടാതെ ഈർപ്പമുള്ള ശരീരം കമ്പിയുമായി സ്പർശിച്ചാൽ വൈദ്യുതി ശരീരത്തിലൂടെ കടന്ന് കാലിലൂടെ ഭൂമിയിലേക്ക് ബഹിർഗമിക്കും. ഹൃദയവും ശ്വാസകോശങ്ങളും ഉടൻ തന്നെ പ്രവർത്തനരഹിതമായി മരണം സംഭവിക്കും. പ്രകാരം വൈദ്യുതി പരിഗമിച്ച ലക്ഷണങ്ങളാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടത്. പാതിരിയുടെയും ജോലിക്കാരനെ അറസ്റ്റ് ചെയ്തു. പാതിരിയുടെ കൊക്കോ ചെടികളെല്ലാം വെട്ടി നിരത്തിയാണ് നാട്ടുകാർ അവരുടെ രോഷം പ്രകടിപ്പിച്ചത്. പ്രത്യേകം ഓർക്കുക, പാതിരിയുടെ കൊക്കോ ചെടികളെല്ലാം വെട്ടി നിരത്തിയാണ് നാട്ടുകാർ അവരുടെ രോഷം പ്രകടിപ്പിച്ചത്.